പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ച ദിവസമാണ്. അതായത് നോമ്പിന്റെ 6ാമത്തെ ശനിയാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് ധ്യാനിക്കുന്നത്. ബഥാനിയയിലെ തൈലാഭിഷേകത്തെ കുറിച്ചാണ് ഈ തിരുവചനം പറയുന്നു: തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. ഈശോയുടെ പാദങ്ങളിൽ മറിയം വന്ന് പുരട്ടിയ തൈലം ഒരല്പമേ അത് പുരട്ടിയുള്ളുവെങ്കിലും അതിൻ്റെ സുഗന്ധം എല്ലായിടത്തേക്കും പരന്നു. അത് കണ്ട് ചില ശിഷ്യന്മാർ അസ്വസ്ഥരായി. യൂദാസ് പ്രത്യേകിച്ച് അതിനെ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. ഈ നാളുകളിലെ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളുടെ സുഗന്ധം കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം നിറയാനിടയാകട്ടെ. പതിവിനേക്കാൾ ഉപരിയായി നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ കൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവസങ്ങളാണിത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് തന്നെയും നമ്മളോട് ചോദിക്കാം, മറ്റുള്ളവരെയും നമ്മളോട് ചോദിക്കാം, എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, സാധാരണ പോകുന്ന പോലെ പോയാൽ പോരെ. യൂദാസ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ, ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ല എന്നുള്ള നല്ല ഉദ്ദേശമൊക്കെയാണ് അതിന്റെ പുറകിൽ അവതരിപ്പിച്ച് കാണിക്കുന്നത്. പക്ഷേ അവന്റെ ഉദ്ദേശം ദുഷ്ടമായിരുന്നുവെന്ന് പിന്നീടുള്ള വാക്യങ്ങൾ പറയുന്നു. തിരുവചനം പറയുന്നല്ലോ, അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീണിരുന്നില്ലെന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് അവൻ അങ്ങനെ ചോദിച്ചതെന്നാണ് അവന്റെ മനസ്സ് കണ്ട സുവിശേഷകൻ പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിത കാര്യങ്ങളിലുമൊക്കെ ചിലർ അനാവശ്യമായി ഇടപെട്ട് അതിന്റെ ആവശ്യമുണ്ടോ, ഇത്രയും ഭക്തി കാണിക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബകാര്യങ്ങളും ജോലി കാര്യങ്ങളും ഒക്കെ മാത്രം ചെയ്ത് മുമ്പോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ ചോദ്യത്തിന്റെ ശരിയായ ഉദ്ദേശം കണ്ടെത്തി നമ്മളോട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ചോദ്യത്തിന് മറിയം ഒരു ഉത്തരവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഉത്തരം പറയുന്നത് ഈശോയാണ്. എന്തിന് അവളെ ശല്യപ്പെടുത്തുന്നു? അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: മറ്റുള്ളവർ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് ശരിയായ ബോധ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് അതിന് മറുപടി പറഞ്ഞു നിൽക്കാതെ നമ്മുടെ ബോധ്യം അനുസരിച്ച് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മീയ പക്വതയും ഒരു ആത്മീയ ബോധവും നമുക്കുണ്ടാകാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളേറെ സവിശേഷ പ്രാധാന്യത്തോടെ കാണുന്ന ആഴ്ചയിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. അതിനൊരുക്കമായി ഞങ്ങൾ 40 ദിവസത്തിലധികമായി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ആത്മീയ നിഷ്ഠകൾ അനുഷ്ഠിച്ച് ഒരുങ്ങി വരികയായിരുന്നു. അതെല്ലാം ഏറ്റവും വിലയുള്ളതാണെന്നും അങ്ങ് വിലമതിക്കുന്നതാണെന്നും മറ്റുള്ളവരുടെ കണ്ണിൽ അതിന് വിലയില്ലെങ്കിലും അങ്ങ് അതിനെ വളരെ ഗൗരവത്തോടെ വിലയോടെ കാണുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഏറ്റവും നിർമ്മലമായ ഹൃദയത്തോടെ, ഹൃദയവിശുദ്ധിയോടെ അതെല്ലാം അനുഷ്ഠിക്കാനും ഹൃദയം കൊണ്ട് ഈ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ അങ്ങയോട് ചേർന്നിരിക്കാനും അങ്ങയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനങ്ങളിൽ യോഗ്യതയോടെ പങ്കുചേരുവാനും അങ്ങയുടെ എല്ലാ മക്കളെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.